UDFിന് വലിയ തിരിച്ചടിയുള്ള ജില്ലകളിലൊന്ന് ഈ എറണാകുളമാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പത്രിക ഉൾപ്പെടെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിലൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് UDF ആലോചിച്ചിട്ടുണ്ടോ ഇതിനോടകം? ഒപ്പം ഈ വിമതശല്യമുള്ള മേഖലകൾ എവിടെയൊക്കെയാണ് മധ്യ കേരളത്തിൽ വിപിൻ? ഉന്മേഷ പത്രിക തള്ളിയ 2 സ്ഥലങ്ങളിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന് കൊച്ചിയിൽ തീരുമാനമെടുക്കുന്നത്. അതൊന്ന് കടമക്കുടിയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്ന LC ജോർജിന്റെ പത്രിക തള്ളിയത് വലിയ തിരിച്ചടിയാണ് UDFിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതും അതിന്റെ ഒരു ആഘാതം കൂട്ടുന്നു. ഒപ്പം തന്നെ ആലങ്ങാട് 1ാം ഡിവിഷനിലേക്കും സമാനമായ രീതിയിൽ തന്നെ പത്രിക തള്ളുന്നു. അവിടെയും ഡമ്മി സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ ഈ 2 സ്ഥലത്തും കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ല എന്നുള്ള നില വരുമ്പോൾ തന്നെയാണ് കോർപ്പറേഷനിൽ വിമതശല്യവും ഉള്ളത്. പ്രധാനമായിട്ടും ചുള്ളിക്കൽ ഡിവിഷൻ, അതുപോലെ തന്നെ തോപ്പുംപടി എന്നീ 2 സ്ഥലങ്ങളിലാണ്, മൂലംകുഴി എന്നീ 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വിമതശല്യം ഉള്ളത്. അവർ പിന്നോട്ടില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഈ അവസാന മണിക്കൂറിലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രമായിരിക്കുമോ, എങ്ങനെയാണ് അവിടുത്തെ ഒരു മത്സരം കടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോർപ്പറേഷൻ പിടിക്കാൻ പ്രത്യേകിച്ച് കച്ചകെട്ടി UDF ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലുള്ളത്. മറ്റൊന്നുള്ളത് CPM CPI ഒരു LDF എന്നുള്ളൊരു മുന്നണി സംവിധാനം തന്നെ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് പല്ലാരിമംഗലത്ത് കാര്യങ്ങളുടെ ഒരു പോക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിനൊപ്പം UDFിനൊപ്പം CPI ഒപ്പം നിന്നാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്നുള്ള ഒരു നില അവിടേക്ക് വരുന്നു. എടുത്തു പറയേണ്ടത് നിമിഷ രാജുവിനെതിരെ പറവൂരിൽ CPIക്ക് ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിമിഷ രാജുവിനെതിരെ CPIയുടെ ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ അതൊരു മത്സരം കുറച്ചുകൂടി കടുക്കും എന്നുള്ള കാര്യമാണ് എറണാകുളത്തെ ഒരു പൊതുചിത്രമായി നമുക്ക് പറയാൻ സാധിക്കുക. എറണാകുളത്തേക്ക് വരുമ്പോൾ ഇന്ന് മാരാരിക്കുളത്ത് SNDPക്ക് വേണ്ടി CPM സീറ്റ് മറച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ CPMന് വേണ്ടി ഒരു വിമത സ്ഥാനാർത്ഥി നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് SNDP നേതാക്കൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ആ ഒരു അനുനയ ശ്രമത്തിന് വില്ലിങ്ങായി എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറിൽ അറിയാനുള്ളത്. ഒപ്പം കുട്ടനാട്ടിൽ CPIയും 2ആയിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 5 പഞ്ചായത്തുകളിലാണ് അവിടെ 2ആയിട്ടുള്ള മത്സരം. BDJSനകത്ത്, കോൺഗ്രസിനകത്ത്, യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിൽ പല രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു ആലപ്പുഴയിൽ എന്നുള്ളതാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ അത് കട്ടപ്പന നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ആ കട്ടപ്പന നഗരസഭയിൽ 10 ആളുകളാണ് ഇപ്പോഴും വിമത സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അതിനുള്ള അനുനയ ശ്രമങ്ങൾ അവസാന മണിക്കൂറിലും തുടരുന്നു. കോട്ടയത്തേക്ക് വന്നാൽ ഏറ്റുമാനൂരിൽ LDFന് CPMന് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. അവരെ ഏകദേശം അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെയുള്ളത്. പാലയിൽ ബിനു പുളിക്കക്കണ്ടം മത്സര രംഗത്ത് തന്നെ ഉണ്ടാകും സജീവമായി എന്നുള്ളത് ഇതിനോടകം തന്നെ ഉറപ്പായതാണ്. കുടുംബം അടക്കം ആരും തന്നെ പിൻവാങ്ങുന്നില്ല എന്നുള്ളത് കോട്ടയത്തെ ചിത്രം കുറച്ചുകൂടി സങ്കീർണമാക്കുന്നു. തൃശ്ശൂരിലാണ് വിമതശല്യം അല്പം കൂടി കുറവുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതാണ് ഈ മുന്നണികളൊക്കെ തന്നെ കരുതുന്നത്. അവിടെ കോർപ്പറേഷനിലേക്ക് CPI വിട്ട് സ്വതന്ത്രയായിട്ട് മത്സരിക്കുന്ന ബീന മുരളി LDFന് ഒരു വലിയ വെല്ലുവിളിയാകും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചിത്രവുമുള്ളത്. ഇങ്ങനെ മധ്യ കേരളത്തിലെ പൊതുചിത്രം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.